2026 ഏപ്രിൽ മാസത്തെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. ഛത്തീസ്ഗഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനായി രൂപവൽക്കരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. അതുപോലെ 8ാമത് കേന്ദ്ര ശമ്പള കമ്മീഷൻ ചെയർപേഴ്സണും ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. അപ്പോൾ ഓർമ്മിക്കുക, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർപേഴ്സണായി നിയമിതയായത് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയാണ്. അതുപോലെ ഛത്തീസ്ഗഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനായി രൂപവൽക്കരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷയും ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയാണ്. ആണവോർജ വകുപ്പിന് കീഴിൽ കൽപ്പാക്കത്തുള്ള ഭാരതീയ നാഭികീയ വിദ്യുത് നിഗം ലിമിറ്റഡിന്റെ അഥവാ ഫാവിനിയുടെ ചെയർമാനും MD-യുമായി നിയമിതനായ മലയാളി PA സുരേഷ് ബാബു. ആണവോർജ വകുപ്പിന് കീഴിൽ കൽപ്പാക്കത്തുള്ള ഭാരതീയ നാഭികീയ വിദ്യുത് നിഗം ലിമിറ്റഡിന്റെ അഥവാ ഫാവിനിയുടെ ചെയർമാനും MD-യുമായി നിയമിതനായ മലയാളിയാണ് PA സുരേഷ് ബാബു. നാസ്കോം ചെയർപേഴ്സൺ ശ്രീകാന്ത് വേലമകണ്ണി. ശ്രീകാന്ത് വേലമകണ്ണിയാണ് നാസ്കോം ചെയർപേഴ്സണായി നിയമിതനായത്. നാസ്കോമിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് എന്നതാണ്. ആദ്യകാല ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലൊന്നായ ഡെബിയൻ വികസിപ്പിച്ച ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഡെബിയൻ പ്രോജക്റ്റിന്റെ ലീഡർ സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ വനിതയും ആദ്യത്തെ ഏഷ്യക്കാരിയുമായ വ്യക്തിയാണ് ശ്രുതി ചന്ദ്രൻ. കണ്ണൂർ സ്വദേശിനിയായ ശ്രുതി ചന്ദ്രനാണ് ആദ്യകാല ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലൊന്നായ ഡെബിയൻ വികസിപ്പിച്ച ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഡെബിയൻ പ്രോജക്റ്റിന്റെ ലീഡർ സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ വനിതയും ആദ്യത്തെ ഏഷ്യക്കാരിയുമായ വ്യക്തി. ഇൻഫോസിസിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ടെന്നീസ് താരം കാർലോസ് അൽക്കാരസ്. ടെന്നീസ് താരമായ കാർലോസ് അൽക്കാരസാണ് ഇൻഫോസിസിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത്. ആപ്പിൾ CEO ജോൺ ടർണസ് ആണ് ആപ്പിൾ CEO ആയി നിയമിതനായത്. ഡൽഹി മെട്രോ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യ CEO സഞ്ജയ് ജമുവാർ ആണ് ഡൽഹി മെട്രോ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യ CEO. തൃശൂർ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ് തൃശൂർ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ. 65ാമത് അതായത് 2026 നടക്കുന്ന കാൻ ചലച്ചിത്രമേള ക്രിട്ടിക്സ് വീക്ക് ജൂറി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പായൽ കപാഡിയയാണ് 65ാമത് കാൻ ചലച്ചിത്രമേള ക്രിട്ടിക്സ് വീക്ക് ജൂറി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സെബിയുടെ മുഴുവൻ സമയ അംഗമായി നിയമിതനായത് KVR മൂർത്തിയാണ് സെബിയുടെ മുഴുവൻ സമയ അംഗമായി നിയമിതനായത്. ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീം പരിശീലകൻ ടിം വൈറ്റാണ് ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീം പരിശീലകൻ. യൂറോപ്യൻ ബിഗ് 5 ലീഗുകളിലെ ആദ്യ വനിതാ പരിശീലക മേരി ലൂയിസ് ഏറ്റയാണ് യൂറോപ്യൻ ബിഗ് 5 ലീഗുകളിലെ ആദ്യ വനിതാ പരിശീലക. അതുപോലെ ജർമ്മൻ 1ാം ഡിവിഷൻ ഫുട്ബോൾ ലീഗായ ബുണ്ടസ് ലീഗയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യ പരിശീലകയും മേരി ലൂയിസ് ഏറ്റയാണ്. രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ. ആദ്യമായാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം രാജ്യസഭാ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ 2026 ഏപ്രിലിൽ രാജ്യസഭാ ഉപാധ്യക്ഷനായി നിയമിതനായത് ഹരിവംശ് നാരായൺ ആണ്. അതുപോലെ ആദ്യമായാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം രാജ്യസഭാ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. രാജ്യസഭാ സെക്രട്ടറിയായി നിയമിതനായത് KS സോമശേഖറാണ് രാജ്യസഭാ സെക്രട്ടറി. അപ്പോൾ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ, രാജ്യസഭാ സെക്രട്ടറി KS സോമശേഖർ. ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ തലവൻ റോമൻ ഗോഫ്മാനാണ് ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ തലവനായി നിയമിതനായത്. ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പെരിയസ്വാമി കുമാരനാണ് ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ. 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ സുദർശൻ പട്നായിക്കാണ് 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ. അതുപോലെ ഇദ്ദേഹം സാൻഡ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ സാൻഡ് ആർട്ടിസ്റ്റായ സുദർശൻ പട്നായിക്കാണ് 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത്. ഇനി 2027 സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്ന് പറയുന്നത് പ്രഗതി, വികാസ് എന്നിവയാണ്. 2027 സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്ന് പറയുന്നത് പ്രഗതി, വികാസ് എന്നിവയാണ്. ഇതുകൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇറാഖ് പ്രസിഡന്റ് നിസാർ ആമീദി. പാട്രിയോട്ടിക് യൂണിയൻ ഓഫ് കുർദിസ്ഥാൻ നേതാവായ നിസാർ ആമീദിയാണ് നിലവിൽ ഇറാഖ് പ്രസിഡന്റ്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് തമീം ഇക്ബാലാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റ്.
UN സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക അവകാശ സമിതിയുടെ അധ്യക്ഷയാകുന്ന ആദ്യ ഇന്ത്യക്കാരി പ്രീതി ശരൺ. പ്രീതി ശരണാണ് UN സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക അവകാശ സമിതിയുടെ അധ്യക്ഷയാകുന്ന ആദ്യ ഇന്ത്യക്കാരി. 2026 ഏപ്രിലിൽ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത്. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്താണ് 2026 ഏപ്രിലിൽ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത്. അപ്പോൾ കരസേനയുടെ പുതിയ ഉപമേധാവിയാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത്. കരസേനയുടെ സെൻട്രൽ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ CJ ജയചന്ദ്രൻ. തിരുവനന്തപുരം സ്വദേശിയായ ലഫ്റ്റനന്റ് ജനറൽ CJ ജയചന്ദ്രനാണ് കരസേനയുടെ സെൻട്രൽ കമാൻഡ് മേധാവി. ബ്രഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആദ്യ വനിതാ കമ്മീഷണർ അശ്വിനി ഫിഡെ. അശ്വിനി ഫിഡെയാണ് ബ്രഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആദ്യ വനിതാ കമ്മീഷണർ. മെട്രോ വുമൺ എന്നറിയപ്പെടുന്നത് അശ്വിനി ഫിഡെ. അതുപോലെ ഇന്ത്യയുടെ മെട്രോ മാൻ എന്നറിയപ്പെടുന്നത് E ശ്രീധരനാണ്. അപ്പോൾ മെട്രോ വുമൺ എന്നറിയപ്പെടുന്ന അശ്വിനി ഫിഡെയാണ് 2026 ഏപ്രിലിൽ ബ്രഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആദ്യ വനിതാ കമ്മീഷണറായി നിയമിതയായത്. മ്യാൻമാർ പ്രസിഡന്റ് മിൻ ഓങ് ലെങ്. മിൻ ഓങ് ലെങ് ആണ് മ്യാൻമാർ പ്രസിഡന്റായി 2026 ഏപ്രിലിൽ ചുമതലയേറ്റത്. വിയറ്റ്നാം പ്രസിഡന്റ് തോം ലാം ആണ് വിയറ്റ്നാം പ്രസിഡന്റ്. യെസ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO വിനയ് മുരളീധർ ടോൾസെ. വിനയ് മുരളീധർ ടോൾസെയാണ് യെസ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയി ചുമതലയേറ്റത്. ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് VG അരുൺ. ജസ്റ്റിസ് VG അരുണാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായി നിയമിതനായത് ജി കൃഷ്ണകുമാറാണ് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാൻ. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സഞ്ജയ് ഖന്നയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. ഓസ്ട്രേലിയൻ കരസേനയുടെ ആദ്യ വനിതാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ സൂസൻ കോയിലാണ് ഓസ്ട്രേലിയൻ കരസേനയുടെ ആദ്യ വനിതാ മേധാവി. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ബീന പിള്ളയാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഡയറക്ടർ. ഹംഗറി പ്രധാനമന്ത്രി പീറ്റർ മജാറാണ് ഹംഗറി പ്രധാനമന്ത്രി. ബീഹാർ മുഖ്യമന്ത്രി ബീഹാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് സാമ്രാട്ട് ചൗധരിയാണ്. അതുപോലെ ബീഹാറിലെ ആദ്യ BJP മുഖ്യമന്ത്രിയാണ് സാമ്രാട്ട് ചൗധരി. അപ്പോൾ നിലവിലെ ബീഹാർ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സാമ്രാട്ട് ചൗധരിയാണ്. അദ്ദേഹം ബീഹാറിലെ ആദ്യ BJP മുഖ്യമന്ത്രിയാണ്. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ ദിനേശ് ത്രിവേദിയാണ് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറായി നിയമിതനായത്. നീതി ആയോഗ് ഉപാധ്യക്ഷൻ അശോക് ലാഹിരിയാണ് നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ. അതുപോലെ 2026 ഫെബ്രുവരിയിൽ നീതി ആയോഗിന്റെ ഇടക്കാല CEO ആയി ജഗദീപ് ചിബ്ബർ നിയമിതനായിരുന്നു. അതുകൂടെ ഓർമ്മിക്കുക. അപ്പോൾ നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ അശോക് ലാഹിരിയാണ്. അതുപോലെ നിലവിലെ നീതി ആയോഗിന്റെ CEO എന്ന് പറയുന്നത് ജഗദീപ് ചിബ്ബറാണ്. അദ്ദേഹം ഇടക്കാല CEO ആയാണ് നിയമിതനായത്. അപ്പോൾ ഓർമ്മിക്കുക, നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അശോക് ലാഹിരിയാണ്. അതുപോലെ നീതി ആയോഗിന്റെ നിലവിലെ CEO ജഗദീപ് ചിബ്ബറും ആണ്. ഇത്രയുമാണ് 2026 ഏപ്രിലിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ.